ഹലോ. അതെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡേ 11 പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡേ 10 വരെ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും എനിക്ക് പറയാനുള്ളത് പറഞ്ഞ തന്നെയാണ് എങ്കിലും ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഡ്യൂട്ടി എനിക്കുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ഒരുപാട് സമൃദ്ധിയിലേക്ക് നയിക്കും, പക്ഷേ കംപ്ലൈൻറ്റ് നമ്മളെ വലിയൊരു ദാരിദ്ര്യത്തിലേക്കും നയിക്കും. ദാരിദ്ര്യം എന്ന് പറയുന്ന പലതരത്തിലുള്ള ദാരിദ്ര്യമുണ്ട് ഇല്ലേ? നമ്മൾ സാമ്പത്തികം മാത്രമല്ല, നമുക്ക് ജീവിതത്തിൽ വരുന്ന പല പ്രതിസന്ധികളെയും നമുക്കൊരു ദാരിദ്ര്യമായിട്ട് തന്നെ കണക്കാക്കാം. അപ്പോൾ എന്തിനെക്കുറിച്ച് നിങ്ങൾ കംപ്ലൈൻറ്റ് പറയുന്നോ അത് ഫുള്ള് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വന്നിരിക്കും. ഇന്നത്തെ ഡേയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളത് 11ാമത്തെ ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ടത് മാജിക്കൽ മോർണിംഗ്. അതായത് ഒരു ദിവസത്തിൻ്റെ രാവിലേക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളുടെ രാവിലെ എങ്ങനെ തുടങ്ങുന്നോ അതിനനുസരിച്ചായിരിക്കും ഏകദേശം അന്നത്തെ ഒരു ഡേ പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ പറയാറുണ്ട്, ഇന്ന ആളെ കണ്ടപ്പോൾ ഇന്ന ദിവസം പോയി. അങ്ങനെ ഒരാളെ കണ്ടതുകൊണ്ട് നമ്മളുടെ ഒരു ദിവസം പോയില്ല എന്നുള്ളതാണ് സത്യം. അത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഇന്നത്തെ ദിവസം പോയെന്നുള്ളത്. ആ വ്യക്തി വന്ന് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ആ വ്യക്തി അതിലൂടെ കടന്നുപോയി അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ജസ്റ്റ് വന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നമുക്കുള്ളൊരു തെറ്റായ ധാരണയാണ് ആ ആളെ കണ്ട ദിവസം നമ്മളുടെ ഇന്നത്തെ ദിവസം പോയി എന്നുള്ളത്. അപ്പം നമ്മൾ എങ്ങനെയാണോ രാവിലെ എഴുന്നേൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ അന്നത്തെ ഡേ ഏകദേശം വരുന്നത്. വളരെ സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ടോ അതെല്ലാം നമുക്ക് ഭംഗിയായിട്ട്, അങ്ങനെ നിങ്ങൾക്ക് ചില ദിവസം തോന്നാം, ഇന്നത്തെ ഡേ നല്ലൊരു ദിവസമായിരുന്നു. പക്ഷെ നമ്മൾ രാവിലെ തന്നെ, അതായത് തലേ ദിവസം രാത്രി തന്നെ നമ്മൾ ആലോചിച്ച് കിടന്നതും അതിനെക്കുറിച്ചായിരിക്കും. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതായത് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ച് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിട്ട് മാറും. അപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മെയിനായിട്ട് വേണ്ടത് ജോലിക്ക് പോകണമല്ലോ, ഇന്ന് ഇത്രയും പണികൾ ചെയ്ത് തീർക്കാനുണ്ടല്ലോ എന്നൊക്കെയുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട് മാറ്റിയിട്ട് പകരം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇന്ന് ഇത്ര ഭംഗിയായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ പറയാൻ എളുപ്പമായിരിക്കും, അത് പ്രാക്ടിക്കലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. നിരന്തരമായിട്ട് നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ നമ്മളുടെ ഉള്ളിലേക്ക് അത് പതിയുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും അങ്ങനെ പറ്റില്ല, ഇനി മറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ബെഡിന് എല്ലാത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റാൽ തന്നെ, ഉണർന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഭംഗിയായിട്ടുള്ളൊരു മോർണിംഗ് ആയിരിക്കും. ഞാൻ എൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉണരുന്ന ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള രാവിലെകൾ എനിക്ക് ഉണ്ടായിരുന്നു. അത് എന്താണെന്നൊന്നും പറയണില്ല, പക്ഷെ അതിനെ മറികടക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായിരുന്നില്ല. കാരണം ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് പേടിച്ചുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോഴും നമ്മളുടെ ലൈഫിൽ ഏത് കാലത്തും പലതരം പ്രോബ്ലംസിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊന്നും പ്രശ്നങ്ങളില്ലാതെ ഒഴിഞ്ഞു മാറാനൊന്നും ആർക്കും പറ്റില്ല, എല്ലാം പോസിറ്റീവ്. പക്ഷെ അതിനെ നമുക്ക് ഫേസ് ചെയ്യാനും അതിൽ നിന്ന് നമ്മൾക്ക് കരകയറി വരാനുള്ള ഒരു എനർജി നമുക്കുണ്ടാവും. ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. അല്ലാതെ പ്രശ്നത്തിൽ നിന്നും ഓടി ഒളിക്കാനോ എല്ലാം തികഞ്ഞിട്ടുള്ളൊരു ലൈഫ് ഇതിങ്ങനെ മാജിക് പോലെ നമ്മളേക്ക് വന്നു ചേരാനോ സാധിക്കും എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളെയും നന്മയെ വരുത്തിയെടുക്കണം. അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അതിനെ തരണം ചെയ്യാനുള്ള ശക്തി നമ്മൾ സ്വയം ആർജിച്ചെടുക്കണം എന്നുള്ളതാണ് സത്യം. ഒരു രാവിലെകളെ, അപ്പോൾ അന്നത്തെ രാവിലെകൾ പേടിച്ച് എഴുന്നേൽക്കുന്നതിൻ്റെ പേരിൽ എന്നും എനിക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസങ്ങളായിരുന്നു കൂടുതൽ. എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ വന്നാൽ പോലും അതൊന്നും ഏകദേശം എൻ്റെ ഓർമ്മയിൽ കാണില്ല. അതായത് കഴിഞ്ഞു പോയ കാര്യമാണ് കേട്ടോ. അത് നിങ്ങളൊന്ന്
എനിക്കത് ഓർമ്മയിലെടുത്ത് ഇപ്പോൾ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ നിങ്ങളോട് പറയണ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എന്തൊക്കെ ഒരു ദിവസം നമുക്കിപ്പോൾ ഒരു സ്ഥാപനം കൊണ്ടുപോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് എത്രത്തോളം നമുക്ക് ഫോൺ കോളുകൾ പ്രശ്നത്തിൻ്റെ വരുന്നുള്ളത് ഊഹിക്കാവുന്നതാണ്. അപ്പം എങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനൊക്കെ കൈകാര്യം ചെയ്യാനും അതിൽ നിന്നും പോസിറ്റീവായിട്ട് ഈ കംപ്ലൈൻറ്റ് പറഞ്ഞവരെ തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരെയൊക്കെ ആ പ്രശ്നത്തിൽ നിന്നും മാറ്റി അവരൊരു പെർഫെക്റ്റ് വേലയ്ക്ക് അവരെ കൊണ്ടുപോകാനും ഒരു ഡേ നന്നാക്കാനൊക്കെ ഇപ്പോൾ സാധിക്കും. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും വളരെ ലാഘവത്തോടുകൂടെ. ഇന്നലെ ഒരു ടീച്ചർ ഇതുപോലെ പറഞ്ഞു, ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ആ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റുകൾ കംപ്ലീറ്റ് എഴുതി വയ്ക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ അതിനുള്ള പരിഹാരം ഇപ്പം എല്ലാം കൂടെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കി. ചെറിയത് മുതൽ വലുത് വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ കംപ്ലൈൻറ്റ് ഏതൊക്കെ ഭാഗത്തുനിന്ന് വന്നെന്നുള്ളത് എഴുതി വെച്ചോ. നിങ്ങളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു എൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുക. ബാക്കി തന്നെ കംപ്ലൈൻ്റ് അല്ലേ, അത് നമുക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല, അത് പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പേടിയും തോന്നണില്ല, അത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ള 100% കോൺഫിഡൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് കാര്യത്തിനും കോൺഫിഡൻസോടുകൂടെ കൈകാര്യം ചെയ്യണമെന്നാണ് നമുക്ക് അതിനുള്ളൊരു എനർജി നമുക്ക് സ്വയം ആർജിച്ചെടുക്കണം. അതൊരു ദിവസത്തിൻ്റെ രാവിലെകളിൽ നിന്നാണ് ഏകദേശം നമുക്ക് കിട്ടുന്നത്. അപ്പം വീണ്ടും ഞാൻ പറയാണ്, നമ്മൾ ഒരു രാവിലെകളെ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമ്മൾ എഴുന്നേൽക്കുക. എന്ത് കാര്യം, ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ട്. ആ ബെഡ് തുടങ്ങി ടോയ്ലറ്റിൽ കയറുന്നത്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഡ്രസ്സ് ധരിക്കുന്നത്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത സൗഭാഗ്യങ്ങൾ നമുക്കൊരു ഡേ ഉണ്ട്. പിന്നെ കുറച്ചും കൂടിയും ആ മോർണിങ്ങിനെ ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അതിനൊന്ന് ആസ്വദിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെയും വീട്ടിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു ഡേ രാവിലെ കുറച്ച് നാളായിട്ടുള്ള ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നത്, അത് ഒരുപക്ഷെ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ആസ്വദിക്കുക. ഒരു 3 വർഷമായിട്ട് ഞാൻ എൻ്റെ ഇളയ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കും. ആ കൊണ്ടുവന്നാക്കുന്ന അതിന് മുമ്പായിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ തിക്കും തിരക്കും കുറച്ച് ആ ഫുഡ് കൈകാര്യം ചെയ്യുന്നതും അങ്ങനെ കിച്ചണിലുള്ള തിരക്കൊക്കെ ആയിരിക്കില്ലേ. അത് കഴിഞ്ഞൊരു 7:45 7:30 8 മണിക്കും ഇടയിലുള്ള ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സമയമാണ്. ഞാനും എൻ്റെ മോളും കൂടെ പോകുമ്പോൾ ഞങ്ങൾ വളരെ ആസ്വദിച്ച് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മളുടെ തിരക്കില്ല, ബഹളങ്ങളില്ല, ഭയങ്കര ഭംഗിയായിട്ട് ഞങ്ങൾ കണ്ട പാടത്തുള്ള കൊക്കിനെയൊക്കെ ഞാനെന്തോ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ വർണ്ണിച്ച് എൻ്റെ മോൾക്ക് പറഞ്ഞു കൊടുക്കും ഓരോ കാര്യങ്ങളും. അപ്പം അവൾക്കും ആ സമയം ഭയങ്കര സന്തോഷമാണ്, എനിക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഓരോ കാര്യത്തിനെയും ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ഒരു 3 വർഷമായിട്ടുള്ള യാത്ര. അതിന് മുമ്പ് അവൾ വണ്ടിയിലാണ് പോയിരുന്നത് കേട്ടോ. രാവിലെ കൊണ്ടുവന്നാക്കാം, തിരിച്ച് വണ്ടിയിൽ തന്നെ വരും. രാവിലെ ഞാൻ ഉള്ളതുകൊണ്ട് ആളെ കൊണ്ടുവന്നാക്കും. അങ്ങനെ ആസ്വദിച്ച് സ്കൂളിലേക്ക് പോകും. സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ അതിലും വലിയ ഭയങ്കര സന്തോഷം. കാരണം ഈ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഇല്ലേ, അവർ ഓരോ മുഖത്ത് നോക്കുമ്പോൾ വിവിധ തരം ഭാവങ്ങളോട് കൂടിയിട്ടാണ് അവർ വരുന്നത്. ചിലർ തിരക്ക് പിടിച്ചോടുന്നതും മുടി ശരിയാക്കുന്നതും, അത് സത്യത്തിൽ എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓരോ ദിവസവും ആസ്വദിക്കും. ചില സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്ത് അവരെ അസംബ്ലി അങ്ങനെ തുടങ്ങണ സമയത്ത് ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ആ പ്രയർ ഇങ്ങനെ കേട്ട് നിൽക്കും. ഭയങ്കര ഭംഗിയാണ്. അവരുടെ സ്കൂളിൻ്റെ പേര് SM വിദ്യാഭവൻ. ഈ കൾച്ചറൽ മറ്റേ ഈ എല്ലാ ആക്ടിവിറ്റിക്കൊക്കെ ഏകദേശം പ്രൈസൊക്കെ കിട്ടും. അപ്പം നല്ല രസമുള്ള പ്രയറൊക്കെയാണ് അവരുടെ കുട്ടികളുടെ. അങ്ങനെ ആസ്വദിച്ച് നമ്മൾ നിന്ന് പോകും. അത്രയും നല്ല രീതിയിലുള്ളതാണ്. അത് കുറച്ച് ആസ്വദിക്കും. പിന്നെ ഓരോ കുട്ടികളുടെ രാവിലെ തോട്ടുകളൊക്കെ പറയുന്നത് ക്ലാരിറ്റിയോട് കൂടിയാണ്. ഈ ചെറിയ കുട്ടികൾക്ക് ഇത്രമാത്രം കഴിവുകൾ വന്നിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികളെ, അതായത് പല ക്ലാസ്സിലുള്ള കുട്ടികളായിരിക്കും. ഈ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യും. എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ. അതൊക്കെ ചിലപ്പോൾ എല്ലാ ദിവസവും ആസ്വദിക്കില്ല, ചില ദിവസങ്ങളിൽ എങ്ങനെ ക്ലാസ്സിലാക്കണമെന്ന് വിചാരിക്കും. ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഇപ്പോൾ മോള് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ 1ാം ക്ലാസ്സിൽ ഇപ്പോൾ കുട്ടികൾ ചെല്ലുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കുട്ടികളും പല തരത്തിലായിരിക്കും. ചില കുട്ടികൾ തിരക്ക് പിടിച്ചതിലൊക്കെ എഴുതുന്നുണ്ട്, ഈ 1ാം ക്ലാസ്സുകാരെ.
അപ്പം ഞാൻ ചോദിക്കുക എന്താ എഴുതണത്, അത് കുറച്ച് എഴുതി പഠിക്കുകയാണ്. ചിലവരെന്ത് ചെയ്യും ഭയങ്കര സീരിയസ് ആയിട്ട് പഠിക്കുകയാണ്, ടീച്ചർ വരുമ്പോഴത്തേനും പഠിക്കുകയാണ്. ആര് ഈ 1ാം ക്ലാസ്സുകാർ. അപ്പോൾ അവരെ മുഖത്തുള്ള ചിലർ കുറുമ്പ് കാണിക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷേ എല്ലാതും നമുക്ക് ഭയങ്കര ആസ്വദം. അപ്പം ഞാൻ ചില കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കും. അപ്പം എൻ്റെ മോൾക്ക് ചെറിയൊരു നാണക്കേടൊക്കെ വരും. ഉമ്മ എന്തിനിങ്ങനെ എല്ലാവരുടെ അടുത്ത് സംസാരിക്കണം, കുട്ടികളുടെ അടുത്ത് അവർക്കത് ഇഷ്ടപ്പെടും എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെടുമല്ലോ, അവർ നല്ല രീതിയിലല്ലേ മറുപടി പറഞ്ഞത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതെൻ്റെ ഒരു ശീലമായി മാറ്റിയത് കൊണ്ട് പിന്നീട് പ്രശ്നമില്ല. അപ്പോൾ ഓരോ കുട്ടികളും അവരുടേതായ സീരിയസ് ആയിട്ട് അവരുടെ ഡ്യൂട്ടികൾ ചെയ്യണമെന്ന് സത്യത്തിൽ നമ്മൾ അത്ഭുതപ്പെടും. അതൊക്കെ ആസ്വദിച്ച് നിന്ന് കണ്ടിട്ടാണ് ഞാൻ വരാം ക്ലാസ്സിൽ. ചില സമയത്ത് അവരുടെ സ്റ്റാറുകളൊക്കെ ഓരോ കുട്ടികളുടെ സ്റ്റാറൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കറിയാം ഏറ്റവും കൂടുതൽ സ്റ്റാറുള്ള കുട്ടി ഏതാ, രണ്ടാമത് സ്റ്റാറുള്ള കുട്ടി ഏതാ എന്നൊക്കെ ചോദിക്കും. അതായത് അതൊക്കെ ഒരു രസം. ഇപ്പം നമുക്ക് അവരുടെ സ്റ്റാറൊക്കെ കണ്ടിട്ട് എന്ത് നേടാനാണ്. പക്ഷേ അതൊക്കെ ഞാൻ ആ കുട്ടി കാര്യങ്ങളൊക്കെ ഞാൻ സത്യത്തിൽ ആസ്വദിക്കാറുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാനൊരു കപ്പ് ചായ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. ഏറ്റവും ഞാൻ സന്തോഷിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആ ഒരു ടൈമിലാണ്. മോളെ കുണ്ടെന്നാക്കണത് തുടങ്ങി ആ ചായ കുടിക്കുന്നത് വരെയുള്ള ടൈം എനിക്ക് ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ പണികൾ ആരംഭിക്കും, ബാക്കി ജോലിക്ക് പോകാനുള്ള തിരക്കുകളിലായി, അങ്ങനെയൊക്കെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ആ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ളൊരു സന്ദർഭങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഒരുപക്ഷെ വീട്ടിലിരുന്നുകൊണ്ടായിരിക്കാം, രാവിലെ തന്നെ എക്സസൈസ് ചെയ്യുന്നതായിരിക്കാം, അതും അല്ലെങ്കിൽ എന്ത് തന്നെ ആവട്ടെ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അത് ചെയ്യുക. കുക്കിംഗ് ആയിരിക്കാം, പലതും ആയിരിക്കാം. അപ്പം നിങ്ങളങ്ങനെ ഒരു മോർണിംഗിനെ ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെന്താ ചെയ്യുക, അങ്ങനത്തെ ഒരു സന്ദർഭം ഒരു സൃഷ്ടിക്കുക, എങ്ങനെയെങ്കിലും സൃഷ്ടിച്ചെടുക്കുക. സന്തോഷം കിട്ടാവുന്ന സന്ദർഭങ്ങൾ യാന്ത്രികമായിട്ട് തന്നെ സൃഷ്ടിച്ചെടുത്തത് ഇങ്ങനെ ഒരു 100 കള്ളം തുടർന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നത് യാഥാർത്ഥ്യമാവുമെന്ന് അറിയില്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. എനിക്കത് ഇഷ്ടമാണ്, എൻ്റെ ഒരു ഭാഗ്യമാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ ഉറപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ നമ്മൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു രാവിലെകൾ നിങ്ങൾ ഭംഗിയാക്കി എടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇതുവരെയുള്ള പ്രാക്ടീസ് നിങ്ങൾ ഇഷ്ടത്തോടു കൂടെ തന്നെ ചെയ്യുക. വളരെ ഈസിയാണ്. അതായത് താങ്ക് യു പറയുക എന്നുള്ളതാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഓരോരുത്തരോടും താങ്ക് യു പറയുക. നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ നിങ്ങൾ എണ്ണി താങ്ക് യു പറയുക. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു മാജിക്കൽ മോർണിങ്ങിനുള്ള പ്രാക്ടീസ്. പിന്നെ അത് കൂടാതെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ അതുകൂടാതെ അതിനൊരു ചെറിയ ഫീസ് ഉണ്ടായിരിക്കും. പല കോഴ്സിനും പല ഫീസാണ്. അപ്പോൾ അത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ പറഞ്ഞു തരാം. അത് കൂടാതെ ചെറിയ വ്യത്യാസങ്ങളാണ്, ചെറുതല്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യത്യാസം തന്നെ ഈ ഒരു മാജിക്കൽ പ്രാക്ടീസ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഇത് ഒരിക്കലും ഒരു പൈസ ചിലവുള്ള കാര്യമല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രാക്ടീസ് നിരന്തരം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ നിങ്ങൾ പോലും അറിയാതെ വരും. ചുറ്റുള്ളവരെല്ലാവരും നന്മയിലേക്ക് തന്നെ വരും. അതൊന്ന് ദയവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. വളരെ കഷ്ടപ്പെട്ടും ദുരിതത്തിലൊന്നും ജീവിക്കേണ്ട കാര്യമില്ല. സന്തോഷമായിട്ടും എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ചു കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കുക. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ എഴുതാം കേട്ടോ. അതായത് ഇതുവരെ നിങ്ങൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തു എന്നുള്ള കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതും, എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് വ്യത്യാസം ഉണ്ടോ എന്നുള്ളതും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓരോ കമൻറ്റും എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്. അപ്പോൾ അത്യാവശ്യം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം. ഓക്കെ. വാട്സപ്പിൽ ക്ലാസ്സിൻ്റെ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.